മുണ്ടക്കൈ ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ മേപ്പാടിയിൽ മനുഷ്യച്ചങ്ങല തീർത്തു. ചങ്ങലയിൽ ദുരന്തബാധിതരും പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ആശുപത്രിയിലെത്തി കണ്ട നൈസമോളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രതീഷ്, മനുഷ്യച്ചങ്ങലയെ ദുരന്തബാധിതരെല്ലാം കൂടി മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുക്കുകയാണ്. വയനാടിനോടുള്ള അവഗണനയാണ് അവരുടെ വിഷയമെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കൽപ്പറ്റയിൽ മനുഷ്യച്ചങ്ങല തീർക്കുകയാണ്. ഇപ്പോൾ നിരവധിയായ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ചൂരൽമലയിലെ ദുരന്തബാധിതർ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ്, അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമരത്തിൽ പങ്കെടുത്തുണ്ട്. ഏതായാലും ഈ സമരത്തിൽ എടുത്തു പറയേണ്ട പ്രത്യേകത, നൈസമോളടക്കം ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. പ്രധാനമന്ത്രി അന്ന് വന്ന് താലോലിച്ച നൈസമോളടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള ഒരു സമരം ഇവിടെ കൽപ്പറ്റയിൽ മേപ്പാടിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഈ മനുഷ്യച്ചങ്ങലയുടെ സമരത്തെക്കുറിച്ചും കേന്ദ്ര അവഗണനയോടുള്ള കൂടുതൽ പ്രക്ഷോഭങ്ങളെക്കുറിച്ചും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സനോജേട്ട, ഇപ്പോൾ ഏതായാലും ഡിവൈഎഫ്ഐ അതിശക്തമായ ഒരു സമര പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. LDF-ഉം സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ വയനാട്ടിൽ ഈ ദുരന്തബാധിതരെ അവഹേളിക്കുന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരെ നടക്കുകയാണ്. ഈ തുടർ പ്രക്ഷോഭങ്ങളും അതോടൊപ്പം ഈ പ്രക്ഷോഭത്തിൽ ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്ന സമര പോരാട്ടം, അതോടെ മുദ്രാവാക്യം ഏത് തരത്തിലാണ്? ഇവിടെ ദുരന്തം നടന്നിട്ട് മാസങ്ങൾ പിന്നിട്ടു. രാജ്യത്ത് അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതുപോലെയുള്ള ദുരന്തം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഇത്രയും ചെറിയ ഒരു പ്രദേശത്ത് ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് അതിന്റെ ആഘാതം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് ഇവിടെ വന്നു. വലിയ പ്രതീക്ഷയിലായിരുന്നു ഇവിടെയുള്ള ജനങ്ങൾ. കാരണം ഇവിടെയുള്ള ദുരന്ത ബാധിതർ ഉൾപ്പെടെ പുനരധിവാസവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കണമെങ്കിൽ വലിയ കാശ് ആവശ്യമാണ്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ല. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായും സഹായം നൽകും എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും കേരളത്തോടുള്ള വലിയ അവഗണനയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് ഒരു കാരണവശാലും ഏതായാലും പ്രധാനമന്ത്രി താലോലിച്ച നൈസമോളടക്കം അതെ, നൈസമോൾക്ക് ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കേണ്ടി, ഈ മഴയത്ത് ഈ പിഞ്ചു കുഞ്ഞിന് പോലും ഈ സമരത്തിൽ അണിനിരക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും ഈ ദുരന്തബാധിതരായിട്ടുള്ള നിരവധി ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കെല്ലാം വീണ്ടും ഈ റോഡിൽ വന്ന് മഴയത്ത് നിൽക്കേണ്ടി വരികയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇത് കാണണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത് കാണണം. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഇത് കാണണം. ഇതിനെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന മുരളീധരനെ പോലെയുള്ള മുൻ കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവനകൾ സംബന്ധിച്ച് കേരളീയ ജനത തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ, ഇത് കക്ഷിരാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. ഇത് ഇത്രയും വലിയ ഒരു ജനത ഇത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ച് ഇപ്പോഴും വാടക വീട്ടിലേക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ചില്ലിക്കാശ് കൊടുത്തിട്ടില്ല, ഒരു 10 രൂപയുടെ സഹായം ഇതുവരെ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് അത് കൊടുക്കുന്നില്ല? നേരെ മറിച്ച് വിവിധ സംസ്ഥാനങ്ങൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ, അവിടെയെല്ലാം കൊടുത്തു. കേരളത്തോട് മാത്രമാണ് ഈ അവഗണന. ഇവിടെ ത്രിപുരയിൽ കൊടുത്തു, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് കൊടുത്തു. അപ്പൊ എന്തുകൊണ്ട് കേരളത്തോട് ഈ അവഗണന എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇത് കക്ഷിരാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. ഇത് ഈ മേഖലയിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ അതിശക്തമായ സമരത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും. അതിന്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഇവിടെ ഒരു മനുഷ്യച്ചങ്ങല ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ ഈ തീർത്ത മനുഷ്യച്ചങ്ങലയിൽ മേപ്പാടിയിലെ ചൂരൽമലയിൽ അതോടൊപ്പം ദുരന്തബാധിതർ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിശക്തമായ സമര പോരാട്ടങ്ങൾ വയനാട്ടിൽ നിരവധിയായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കണ്ടതാണ്. അത്തരത്തിൽ ഈ കേന്ദ്ര അവഗണന തുടരുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ തന്നെയാകും വയനാട്ടിൽ ഡിവൈഎഫ്ഐ അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകൾ അതോടൊപ്പം തന്നെ UDF അടക്കമുള്ള സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.